വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കടച്ചക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ കടച്ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കണം. അപ്പോൾ നമുക്ക് വേവിക്കാനായിട്ട് പോവാം. അപ്പോൾ ഈ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കടച്ചക്ക വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കടച്ചക്ക ഇടുന്നു. കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വെന്തിട്ട് അലിയും. അപ്പോൾ നമുക്ക് അത് അങ്ങനെ തിരിഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇതിൽ ആക്കിയേക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് ഉപ്പ്. അപ്പോൾ അത് വേവട്ടെ, അടച്ച് വെച്ച് വേവിക്കാം. വെച്ച കടച്ചക്ക നന്നായി വെന്തു. പിന്നെ അതൊരു പാത്രത്തിൽ എടുക്കട്ടെ. വെള്ളമില്ലാണ്ട് എടുക്കണം. നമ്മൾ കുക്കറിൽ വെച്ചെങ്കിൽ പെട്ടെന്ന് അത് വേവും. പിന്നെ അത് അലിഞ്ഞ് കെടുക്കും. അത് കാരണം ഞാൻ വെറുതെ ഇങ്ങനെ തീയിൽ വെച്ചത്. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീട്ടിയുണ്ട്. പിന്നെ നമ്മളതിൽ കടുകിടണം. പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പ്, അത് പൊട്ടട്ടെ. വേപ്പിലിടാം. കടുക് നന്നായി പൊട്ടട്ടെ. ഇവിടെ കടുക് ഏതാണ്ട് പൊട്ടി കഴിയാറായി. നമ്മൾ ഒരു 5-10 പോയിട്ട് ചുവന്നുള്ളി, സവാളയല്ല കേട്ടോ, ചുവന്നുള്ളി ചതച്ചത് ഇതിലിടണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വറ്റൽമുളക് 3-4 നടു മുറിച്ചിടാം. പിന്നെ കുറച്ച് കുരുമുളക്, 1 സ്പൂൺ കുരുമുളക് ചതച്ചത്, കുറച്ച് ഉപ്പും കൂടി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചുവന്നുള്ളി എല്ലാ സാധനങ്ങളും ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാവും ഉപ്പിന്. പിന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നാളികേരം ചെറുകിയതുണ്ട്, അതിടാം. ഒരു അരമുറിയുടെ പകുതി മതിട്ടാ. നേരിയതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടാ. അപ്പോൾ നമ്മൾ വെച്ച കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടച്ചക്ക ഞാൻ ഇതിലിടണം. നല്ലോണം മിക്സാക്കാം. അപ്പം നമ്മുടെ കടച്ചക്ക തോരൻ തയ്യാറായി. അപ്പോൾ നമ്മുടെ കടച്ചക്ക തോരൻ റെഡിയായി. എൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.